ഹലോ എവരിവൺ, വെൽക്കം ടു കാറക്സ്. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന വാഹനം ഒരു ഹെഡ് ടേണർ ആയിട്ടുള്ള ഒരു SUV ആണ്. ഹെഡ് ടേണർ എന്ന് പറയാൻ കാരണം നമ്മളെ റോഡിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഈ വാഹനം കടന്നു പോകുമ്പോൾ നമ്മൾ എല്ലാവരും ഒന്ന് തിരിഞ്ഞു നോക്കാതിരിക്കത്തില്ല. അത്തരത്തിലുള്ള ഒരു വാഹനമാണ്, ട്രെൻഡിങ് വാഹനമാണ് മഹേന്ദ്ര ഥാർ. യെസ്, അപ്പം നമ്മുടെ ഥാറിന്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല, മാരകം എന്ന് തന്നെ പറയണം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ള ഒരു വാദ്യം കേട്ടോ, മാരകം. ഈ ഒരു ഹെവിനെസ് തന്നെയാണ് നമുക്ക് ഈ വെഹിക്കിളിന്റെ ഡിസൈനിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് ഒരു അട്രാക്ഷൻ തോന്നുന്നത്. പക്ക ഒരു മാസ്കുലിൻ ലുക്കാണ് വെഹിക്കിളിന്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. നമുക്ക് എപ്പോഴും ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു ഹെഡ് ടേണറാണ്. നമ്മൾ ഈ ഒരു ഡിസൈൻ കാണുമ്പോൾ നമ്മൾ എപ്പോഴും ഒന്ന് തിരിഞ്ഞ് നോക്കുന്ന ഒരു ഡിസൈൻ കൂടിയാണ്. ഫ്രണ്ട് ഡിസൈൻ വരുമ്പോഴത്തേക്കും നമ്മൾ ഇന്നിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ വെഹിക്കിൾ എർത്ത് എഡിഷൻ ആണ്. അതായത് ഇപ്പൊ ഥാർ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന എർത്ത് എഡിഷൻ എന്ന് പറയുന്ന ഒരു പുതിയൊരു എഡിഷനാണ് ഇത്. ഇതിന്റെ പ്രത്യേകത പറഞ്ഞാൽ ഈ ഒരു കളർ ഡെസേർട്ട് ഫ്യൂറി എന്നാണ് ഈ കളറിന്റെ പേര്. ഇതിനകത്ത് നമുക്ക് കുറച്ച് കുറച്ച് ഡീറ്റെയിൽസ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ മഹേന്ദ്ര എന്നുള്ള ലെറ്ററിങ്, പിന്നെ അകത്ത് വന്നിട്ട് സീറ്റിന്റെ കുറച്ച് മാറ്റങ്ങൾ, അങ്ങനെയുള്ള കുറച്ച് അപ്ഡേറ്റ്സ് ആണ് ഇപ്പോൾ ഈ വെഹിക്കിളിൽ വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ ഡിസൈനിന്റെ ഓരോ കാര്യങ്ങളിലേക്ക് പോവാം. ആദ്യമേ തന്നെ നമുക്ക് വന്നിട്ട് നല്ല റേസ് ചെയ്ത ആ ഒരു SUVയുടെ പ്രോമിനന്റ് ലുക്ക് വരുന്ന രീതിയിലുള്ള ഒരു ബോണറ്റ് ആണ് വരുന്നത് വെഹിക്കിളിന്. പിന്നെ ഈ ഒരു കളർ അതൊരു രക്ഷയില്ലെന്ന് തന്നെ പറയാം, നല്ല ഭംഗിയുള്ള ഒരു കളറാണ്. ഡെസേർട്ട് ഫ്യൂരി എന്നാണ് ഈ കളറിന്റെ പേര്. ഒരു മാറ്റ് ഫിനിഷ് ആണ് വെഹിക്കിളിന് ആ ഒരു കളർ വന്നേക്കുന്നത്. ഗ്ലോസി ഫിനിഷ് അല്ല, ഒരു സാറ്റിൻ ആ ഒരു ഫിനിഷിലാണ് ഇത് കൊടുത്തേക്കുന്നത്. നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. പിന്നെ വന്നിട്ട് മഹേന്ദ്രയുടെ ആ ഒരു ബാഡ്ജിങ് വന്നേക്കുന്നത് ബ്ലാക്കിലാണ്. പിന്നെ താഴേക്ക് വരുമ്പോഴത്തേന് ഗ്രില്ല് വരുന്നത് ഈ സ്ലാറ്റുകളിലും നമുക്ക് ആ ഒരു ഡെസേർട്ട് ഫ്യൂരിയുടെ ആ ഒരു കളർ കൊടുത്തിട്ടുണ്ട്. ആ ഗ്രില്ലും നല്ല അകത്താണെങ്കിൽ ആ ഒരു ഹണികോം ആ ഒരു ട്രീറ്റ്മെന്റിലാണ് അകത്ത് ഗ്രില്ലിന്റെ നെറ്റൊക്കെ കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മുടെ ഹെഡ് ലാംപ്സ് വന്നിട്ട് ഹെഡ്ലാമ്പ് യൂണിറ്റ് വന്നിട്ട് നോർമൽ ഹെഡ് ലാംപ്സ് ആണ്. നല്ല റൗണ്ട് ഒരു ക്ലാസിക് പഴയ നമ്മുടെ ഒരു റെട്രോ ലുക്കൊക്കെ ഫീൽ തരുന്ന ആ രീതിയിലുള്ള ഹെഡ് ലാംപ്സ് ആണ് വെഹിക്കിളിന് വരുന്നത്. പിന്നെ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ മേളിൽ DRLs വരുന്നുണ്ട്, തൊട്ട് താഴെ ഇൻഡിക്കേറ്റേഴ്സും വരുന്നുണ്ട്. അതൊരു ബ്ലാക്ക് ഇൻസൈഡിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇതിന്റെ ബോണറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യുന്ന ലിഡൊക്കെ പഴയ ജീപ്പിനൊക്കെ വരുന്ന രീതിയിൽ തന്നെ അതൊക്കെ ആ ഒരു ഇൻസ്പയർഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്, ഓപ്പണറൊക്കെ കൊടുത്തേക്കുന്നത്. പിന്നെ താഴേക്ക് വരുമ്പോഴത്തേക്കിനും നല്ല സോളിഡ് ആയിട്ടുള്ള ഒരു ബമ്പറാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ നമുക്ക് ഥാർ എന്നുള്ള ബാഡ്ജിങ് ഒക്കെ കാണാം. വേണമെങ്കിൽ നമുക്ക് വേണ്ടി ഇതുപോലൊക്കെ ഇങ്ങനെ ഇരിക്കുകയും ചെയ്യാം. അതുപോലെ ഇരുന്നിട്ടൊന്നും അറിയുന്ന പോലെയില്ല വെഹിക്കിളിന്, അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. അത്രയും നല്ല സ്ട്രോങ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മുടെ ബമ്പർ വന്നിട്ട് ആ ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത്, ബോഡി കളർഡ് അല്ല. അതാണ് കുറച്ചുകൂടെ യോജിക്കുന്നതും ഈ ഒരു കളറിനും. പിന്നെ ഈ വെഹിക്കിളിന് മൊത്തത്തിൽ അതാണ് ഒരു ലുക്ക്. പിന്നെ ഇതൊരു ഓഫ് റോഡ് വെഹിക്കിളാണ്, 4x4 ആണ്. പിന്നെ താഴേക്ക് വരുമ്പോഴത്തേക്കിനും ഇവിടെ ഫോഗ് ലാമ്പ് വരുന്നുണ്ട്. പിന്നെ രജിസ്ട്രേഷൻ പ്ലേറ്റ് വരുന്നത് ഈ ഭാഗത്താണ്. ഫ്രണ്ടിൽ നമുക്ക് ഇത്രയാണ് വരുന്ന ഡിസൈൻ കാര്യങ്ങളെല്ലാം. പിന്നെ നമുക്ക് സൈഡിൽ വേണ്ട ഇവിടെ നമുക്ക് ആന്റിന വരുന്നുണ്ട്. ഥാറിനെല്ലാം ഈ ഒരു സൈഡിലായിട്ടാണ് ആന്റിന കൊടുത്തേക്കുന്നത്. ഏകദേശം നല്ല ഭംഗിയുണ്ട് കാണാൻ. റൂഫിലല്ല, ഈ സൈഡിലാണ് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് പോകാം. അപ്പുറത്തെ സൈഡിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട്. അതായത് ഈ ഡെസേർട്ട് ഫ്യൂരി എഡിഷൻ വന്നതിന്റെ കുറച്ച് മാറ്റങ്ങളുണ്ട്. നമ്മളിപ്പോൾ നോർമൽ ഥാറിൽ വരുമ്പോഴത്തേക്കിനും ഈ ബാഡ്ജിങ് എല്ലാം ക്രോം ഫിനിഷിലാണ് വരുന്നത്. ഇപ്പം ഈ ഡെസേർട്ട് ഫ്യൂറി എന്ന് പറയുന്ന ഈ കളർ അല്ലെങ്കിൽ ഈ എർത്ത് എഡിഷൻ എന്ന് പറയുന്ന ഈ ഒരു എഡിഷനിൽ മാത്രമാണ് ഈ ഒരു ബ്ലാക്ക് കളറിൽ നമുക്ക് ഈ ഒരു ഥാർ എന്നുള്ള ബാഡ്ജിങ് കാണാൻ പറ്റുന്നത്. അപ്പൊ സൈഡ് ഡിസൈനിലേക്ക് വരുമ്പോഴത്തേക്കിനും നമുക്ക് ഇവിടെ നല്ല വലിയൊരു ഫെൻഡറൊക്കെ കാണാം. അത് ഓഫ് റോഡ് വെഹിക്കിൾ ആകുമ്പോൾ നമുക്ക് അങ്ങനത്തെ രീതി തന്നെ നല്ല വീൽ ട്രാവലൊക്കെ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു നല്ല അലോയ്സ് ആണ് വെഹിക്കിളിന് വരുന്നത്. അത് 18 ഇഞ്ച് അലോയ് വീൽസ് ആണ്. നല്ലൊരു എന്താ പറയുക, ഒരു റഫ് ലുക്ക് വരുന്ന ഒരു അലോയ് വീലും ആണ്. അതിലും നമുക്ക് വേണ്ടി ഈ ഒരു ഡെസേർട്ട് എഡിഷൻ ആയതുകൊണ്ട് നമുക്ക് ആ സാറ്റിൻ ഫിനിഷ് വേണ്ടി ഇവിടെ ഇങ്ങനെ ഈ ഥാർ എന്നുള്ള ബാഡ്ജിങ്ങിൽ അവിടെയും കളർ വന്നിട്ടുണ്ട്. പിന്നെ ഇത് ഓൾട്ടറൻ ടയർ ആണ് വെഹിക്കിളിന് വരുന്നത്. പിന്നെ ഈ 18 ഇഞ്ചാണെന്ന് ഞാൻ പറഞ്ഞില്ല. അതുപോലെ തന്നെ ടയർ സൈസ് വരുമ്പോഴത്തേക്കും 255/65 R18 ആണ് ടയർ സൈസ് വരുന്നത്.
പിന്നെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും Thar എന്നുള്ള ഈ ഒരു ബാഡ്ജിങ് നമുക്ക് കാണാം. ഈ സാൻഡ് ഡ്യൂൺസ് പോലെ ആ ഒരു, അതായത് നമ്മളിപ്പോൾ ഡെസേർട്ടിലേക്ക് പോകുമ്പോൾ ആ ഒരു സാൻഡ് ഡ്യൂൺസ് ഉണ്ടല്ലോ, ആ ഒരു ഇൻസ്പയർഡ് ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു ഡീറ്റെയിൽസ് കൊടുത്തേക്കുന്നത്. ആ ഒരു ഗ്രാഫിക്സ് പോയിട്ടുണ്ട്. അത് പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ, ഈ കളറിന് അത് നല്ല രീതിയിൽ യോജിക്കുന്നുമുണ്ട്. പിന്നെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും നല്ല വലിപ്പത്തിലുള്ള ഒരു നല്ല ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇവിടെ Thar എന്നുള്ള ഒരു ബാഡ്ജിങ് നമുക്ക് കാണാം. പിന്നെ വേണ്ട നമ്മുടെ ഡോർ ഹാൻഡിൽസ് വരുന്നത് ഈ ഒരു രീതിയിലാണ്, ബ്ലാക്ക് കളറിൽ തന്നെയാണ്. പിന്നെ നമ്മുടെ കീ ഇട്ട് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ്. റിക്വസ്റ്റ് സെൻസർ ഒന്നും Tharന് വരുന്നില്ല. പിന്നെ വേണ്ട ഇവിടെ എർത്ത് എഡിഷൻ്റെ ആ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അത് നല്ല 3D ആ ഒരു ഫിനിഷിലൊക്കെയാണ് കൊടുത്തേക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ബാക്കിലേക്ക് വരുമ്പോഴത്തേക്കും തന്നെ ഇവിടെ ഒരു വലിയൊരു ഗ്ലാസ് ഏരിയ വരുന്നുണ്ട്. ബാക്ക് സീറ്റിൽ ഇത് ഒരു 4 സീറ്റർ ആണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ഗ്ലാസ് ഏരിയ ആണ് ഈ കാണുന്നത്. നമുക്ക് ബാക്കിലോട്ട് കയറുന്നത് സീറ്റ് ഫ്ലിപ്പ് ചെയ്തിട്ടാണ് കയറുന്നത്. അപ്പോൾ ആ രീതിയിൽ, അപ്പോൾ ഇവിടെ ഒരു നല്ലൊരു ഗ്രീൻ ഹൗസ് കൊടുത്തിട്ടുണ്ട്. അത് ആ ബ്ലാക്ക് ആ ഒരു ഫിനിഷിൽ പോയേക്കുന്നതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ വേണ്ട ഇവിടെ ആയിട്ട് വരുമ്പോഴത്തേക്കും 4x4 ബാഡ്ജിങ് ആണ് നമുക്ക്. അതും ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ആ ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തത്. ഇവിടെ ഒരു റെഡും കൊടുത്തിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് അതും കാണാൻ. പിന്നെ അതിൻ്റെ ഈ ഫെൻഡർ ആ ഫ്രണ്ടിൽ നിന്ന് ആ ഒരു രീതിയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്ത് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഫുഡ് സ്റ്റെപ്സ് കാണാം നമുക്ക്. വണ്ടിയുടെ ഓവറോൾ ലെങ്ത് എന്ന് പറയുന്നത് 3985 mm ആണ് ഓവറോൾ ലെങ്ത് എന്ന് പറയുന്നത്. വീൽ ബേസ് വന്നിട്ട് 2450 ആണ് വീൽ ബേസ് വരുന്നത്. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നിട്ട് 226 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അതൊക്കെ നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്, കാരണം ഇത് നമ്മൾ എവിടെ വേണേലും കയറ്റിക്കൊണ്ട് പോകാനുള്ള ഒരു വെഹിക്കിൾ ആണല്ലോ. അപ്പം സ്വാഭാവികമായിട്ട് അത്രയും നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസും വെഹിക്കിളിന് വേണം. അത് നമുക്ക് നല്ല രീതിയിൽ കാണാനും ഉണ്ട്. പിന്നെ ഈ വീൽ ട്രാവലൊക്കെ ഉണ്ട്, നല്ല വീൽ ട്രാവലാണ്. നമുക്ക് ഏത് രീതിയിലും വണ്ടി നല്ല ഫ്ലെക്സ് ചെയ്തൊക്കെ പോകാനും ഏത് ടെറൈനിലും പോയാലും. അപ്പോൾ ആ ഒരു വീൽ ട്രാവലൊക്കെ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് വെഹിക്കിളിന്. ഇനിയിപ്പോൾ നമുക്ക് ബാക്ക് ഡിസൈനിലേക്ക് പോവാം. ബാക്ക് ഡിസൈനും അതുപോലെ തന്നെ പക്ക ബോക്സി ആ ഒരു രീതി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വേണ്ട ഇവിടെ ക്യാമറ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ വേണ്ടി ഇവിടെ കുറച്ച് ലീഫിൻ്റെ ആ ഒരു ഇല പോലൊക്കെ ഉള്ളത് കൊടുത്തിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഉള്ളത്. അത് ഫ്രണ്ടിലും ഉണ്ട്. ഫ്രണ്ടിലത്തെ ഗ്ലാസ്സിൽ ഞാൻ കാണിച്ചു തരാം. ഒരു ക്യാമലിന് 2 ക്യാമലും നമ്മുടെ ജീപ്പിൻ്റെ ഒരു ഇതൊക്കെ ഡീറ്റെയിൽസ് അവിടെയും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലത്തെ ഗ്ലാസ്സിലും നമുക്ക് കാണാൻ പറ്റും, അത് ഞാൻ കാണിക്കാം. അപ്പോൾ നമുക്കിനി നേരെ ബാക്കിൽ ഡിസൈനിലേക്ക് വരുമ്പോഴത്തേക്കും ആദ്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ ഒരു ടെയിൽ ലാമ്പാണ്, LED ടെയിൽ ലാമ്പാണ് വെഹിക്കിളിന് വരുന്നത്. അത് നല്ല ഭംഗിയുണ്ട്, നല്ല അട്രാക്റ്റീവായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അതും ആ ഒരു ബോക്സി ഒരു ഡിസൈനിലാണ് ആ ടെയിൽ ലാമ്പിൻ്റെ ഒരു ഡിസൈൻ വന്നേക്കുന്നത്. പിന്നെ തൊട്ട് താഴെ വേണ്ട ഇവിടെ നമുക്കൊരു റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ട ഈ നമ്മുടെ സ്പെയർ വീല്, അത് ഇങ്ങനെ ബാക്കിൽ ഈ രീതിയിലാണ് വെച്ചേക്കുന്നത്. അത് നല്ല ഭംഗിയുണ്ട്, കാരണം ആ ഒരു റഫ് ലുക്ക് നമുക്ക് ആ ബാക്കിൽ നിന്ന് നോക്കുമ്പോഴും ആ സ്പെയർ വീൽ അവിടെ വന്നേക്കുന്ന അതിൻ്റെ ഒരു എന്താ പറയുക ഒരു എടുപ്പ് കൂട്ടിയിട്ടുണ്ട്. ആ ഒരു ബാക്ക് മൊത്തത്തിലൊരു എടുപ്പ് കൂട്ടിയിട്ടുണ്ട്. പിന്നെ വന്നിട്ട് നമ്മുടെ ഈ ഒരു ഗ്ലാസ്സിൽ ഡീഫോർവറൊക്കെ വരുന്നുണ്ട്. പിന്നെ വൈപ്പറൊന്നും വരുന്നില്ല വെഹിക്കിളിന്. അപ്പോൾ എത്രയും കാര്യങ്ങൾ. പിന്നെ സെൻസേഴ്സ് വേണ്ട വെഹിക്കിളിന് വരുന്നുണ്ട്. നമുക്ക് ബാക്കിൽ സെൻസർ വരുന്നുണ്ട്. രജിസ്ട്രേഷൻ പ്ലേറ്റും കാര്യങ്ങളൊക്കെയാണ്. ബാക്ക് ഡിസൈൻ ഇത്രയാണ് ഓവറോൾ. നമുക്ക് വേണ്ട ഫ്രണ്ടിലെ നമ്മുടെ ക്യാമലിൻ്റെ ഡിസൈൻ ഞാൻ കാണിച്ചു തരാം. യെസ്, വേണ്ട കണ്ടോ, ആ ഒരു ഡെസേർട്ടിൻ്റെ ഒരു ഫീൽ വേണ്ട ഇവിടെ ഇങ്ങനെ ഒരു മണലാരണ്യങ്ങൾ പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ട നമ്മുടെ Thar പോകുന്നു. വേണ്ട 2 ക്യാമല്, വേണ്ട ഇവിടെ ഒരു കാറ്റസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് നേരെ നമ്മുടെ ഡിക്കി സ്പേസ് ഒന്ന് ചെക്ക് ചെയ്യാം. Tharന്റെ നമുക്ക് ഇങ്ങനെയാണ് ഓപ്പണിങ് വരുന്നത്. പിന്നെ വന്നിട്ട് നമുക്ക് ഈ ഒരു ഗ്ലാസ് ഇങ്ങനെ മേളിലോട്ട് ലിഫ്റ്റ് ചെയ്യാം. ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ചെറിയ സ്പേസേ നമുക്ക് വരുന്നുള്ളൂ. ഇവിടെ അത്യാവശ്യം നമുക്ക് ബാഗ്സ് കാര്യങ്ങളൊക്കെ വെക്കാം. പിന്നെ വളരെ ചെറിയ കോമ്പാക്റ്റുള്ള പെട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ വെക്കാന്നുള്ളതേ ഉള്ളൂ. ഇതിന്റെ കാര്യത്തിൽ നമുക്ക് കുറച്ച് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ ഉള്ളപ്പോൾ പിന്നെ നമുക്ക് വേണമെങ്കിൽ റൂഫ് കാരിയറൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ നമുക്ക് ലഗേജ് വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. പിന്നെ ഒരു ലോങ് ട്രിപ്പുകളിൽ നമുക്ക് പോകുമ്പോൾ 4 പേര് ഇരിക്കുമ്പം ഒരു ലഗേജ് വെക്കുന്നതിന്റെ ഒരു കോംപ്രമൈസിങ് ആയിട്ടുള്ള ഒരു കാര്യം വരുന്നുണ്ട് അവിടെ. അതാണ് ഒരു പ്രശ്നം. പിന്നെ ഇനിയിപ്പോൾ അത് പരിഹരിക്കാനായിട്ട് ഇപ്പം Tharന്റെ 5 സീറ്റർ വരുന്നുണ്ട്. നമുക്കത് ഉടനെ തന്നെ നമുക്ക് നോക്കാം. അത്രയാണ്. നമുക്ക് ഇനിയിപ്പോൾ നേരെ ഇന്റീരിയർ വീഡിയോയിലേക്ക് പോകും. ഓക്കെ, യെസ്. അപ്പം നമ്മുടെ മഹേന്ദ്ര Tharന്റെ ഇന്റീരിയർ വീഡിയോ നമുക്ക് ചെക്ക് ചെയ്യാം. എന്തൊക്കെയാണ് മാറ്റങ്ങളും നോക്കാം. ഇപ്പൊ നമ്മുടെ എർത്ത് എഡിഷൻ ആണല്ലോ. അപ്പൊ എർത്ത് എഡിഷൻ ആയപ്പോൾ എന്തൊക്കെയാണ് അകത്ത് വന്നേക്കുന്ന മാറ്റങ്ങൾ നോക്കാം. അതിന് മുമ്പ് തന്നെ നമുക്ക് ഡിസൈൻ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം.
താറിന്റെ ഈ ഒരു മൊത്തത്തിലുള്ള ഒരു ഡാഷ്ബോർഡിന്റെ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു SUV-ക്ക് വേണ്ടതായിട്ടുള്ള രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ഗ്രാബ് ഹാൻഡിൽ കാണാം ഇവിടെ. കാരണം നമുക്ക് SUV ഒക്കെ ആകുമ്പോൾ നമ്മുടെ ഓഫ് റോഡിങ് ആ ഒരു രീതിയിലൊക്കെ പോകുമ്പോഴാണെങ്കിലും നമുക്കൊന്ന് പിടിച്ചിരിക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഈ ഒരു ഗ്രാബ് ഹാൻഡിൽ കൊടുത്തേക്കുന്നത്. പിന്നെ വന്നിട്ട് നമ്മുടെ ഈ എർത്ത് എഡിഷനിൽ പ്രധാനപ്പെട്ട മാറ്റങ്ങളിലൊന്നാണ് ഈ കാണുന്നത്. ആ ഒരു SUV വെന്റിന്റെ ചുറ്റിനും വന്നേക്കുന്നത് ആ ഒരു ഡെസേർട്ട് ഫ്യൂറി കളർ തന്നെ കൊടുത്തിട്ടുണ്ട് ആ SUV വെന്റിന്റെ ചുറ്റിനും. പിന്നെ വേറെ നമ്മൾ ഡാഷ് വന്നു കഴിയുമ്പോഴേക്കും പിന്നെ മെയിനായിട്ട് കാണുന്ന ഈ ഒരു 7 ഇഞ്ചിന്റെ ഈ ഒരു ടച്ച് ഇൻഫർടൈൻമെന്റ് ആണ് കാണുന്നത്. ഇതിനകത്ത് നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത്. റേഡിയോ കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതിനകത്ത്. പിന്നെ നമുക്ക് വേണ്ട ഇതിനകത്ത് അഡ്വഞ്ചർ സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ ഓഫ് റോഡ് പോകുന്ന സമയത്ത് വണ്ടിയുടെ നമുക്ക് ടോർക്ക്, പവർ, അതിൻ്റെയൊക്കെ ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെയാണ് ഈ കാണിക്കുന്നത്. ഇപ്പോൾ ടോർക്ക് എത്ര പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പവർ, അതൊക്കെയാണ് ആ ഒരു ഗ്രാഫിക്കലായിട്ട് കാണാം. പിന്നെ നമുക്ക് ഇവിടെ കോമ്പസ് കാണാൻ പറ്റും. പിന്നെ വന്നിട്ട് ഓഫ് റോഡ് ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് നമുക്ക് 4 വീൽ ഡ്രൈവ് ആയതുകൊണ്ട് നമുക്ക് ഈ വെഹിക്കിളിൽ അതിൻ്റെ ഡിഫറൻഷ്യലിൻ്റെ കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ വേണ്ട TDMS വരുന്നുണ്ട് വെഹിക്കിളിന്. TDMS എന്ന് പറഞ്ഞാൽ ടയർ ഡയറക്ഷൻ മോണിറ്റർ സിസ്റ്റം എന്ന് പറയും. അത് നമുക്ക് ഇവിടെയും കൊടുത്തിട്ടുണ്ട്, നമുക്ക് ഇതിനകത്തും ഉണ്ട്, നമുക്ക് ഈ നമ്മുടെ MID സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് അതിലേക്ക് വരാം. പിന്നെ വന്നിട്ട് ഇത് നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ ടോർക്കും കാര്യവും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നോക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തേക്കുന്നത്. അത്യാവശ്യം നല്ല ഒരു ടച്ച് റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു ടച്ച് സ്ക്രീൻ തന്നെയാണ്. ഒരു മാറ്റ് ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത്. മൊത്തത്തിൽ നമ്മുടെ ഈ താർ എന്ന് പറയുന്ന വെഹിക്കിള് നമ്മളൊരു ഓഫ് റോഡിങ് പർപ്പസ് അങ്ങനത്തെ ഒരു വെഹിക്കിൾ ആണല്ലോ. അപ്പൊ അതിന് വേണ്ട ഒരു റഫ് ലുക്ക് നമ്മൾ ഇന്റീരിയറിലും നമുക്ക് നല്ല രീതിയിൽ വിസിബിൾ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കാരണം നമുക്ക് ഈ ഒരു ഡാഷിന്റെ ഒരു ഡിസൈൻ ഒക്കെ ആണെങ്കിൽ പോലും ആ ഒരു റഫ് ഫീൽ നിലനിർത്താൻ നോക്കിയിട്ടുണ്ട്. കാരണം ഒരു നമ്മളൊരു ഓഫ് റോഡിനൊക്കെ പോകുന്ന ഒരു വെഹിക്കിളാണ്. ഈ ഒരു നമ്മൾ എക്സ്റ്റീരിയർ ഡിസൈൻ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു റഫ് ഫീല് നമുക്ക് ഇന്റീരിയറിലും വെഹിക്കിൾ തരുന്നുണ്ട്. നമ്മളൊരു അത്ര ഒരു SUV-ക്കകത്ത് കയറിയിരിക്കുന്ന ഫീല് നമുക്ക് തരുന്നുണ്ട്. പിന്നെ വേണ്ട നമ്മുടെ ഈ സെൻട്രൽ കൺസോളിലോട്ട് വരുമ്പോഴാണെങ്കിലും ഇവിടെയും നമുക്കൊരു ഈ ഞാൻ പറഞ്ഞ ഒരു ഡെസേർട്ട് ഫ്യൂറിയുടെ ആ ഒരു കളർ കോമ്പിനേഷൻ ഇവിടെയും കൊടുത്തിട്ടുണ്ട് AC വെന്റിന്. പിന്നെ താഴോട്ട് വരുമ്പോഴത്തേക്കും AC-യുടെ സ്വിച്ചസ് ആണ് ഈ കാണുന്നത്. അതിന്റെ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. പിന്നെ തൊട്ട് താഴോട്ട് വരുമ്പോഴത്തേക്കും ടോഗിൾ സ്വിച്ചിലായിട്ട് ഈ ഒരു ഹസാർഡ് സ്വിച്ച്, പാസഞ്ചർ എയർ ബാഗിന്റെ സ്വിച്ചസ്, പിന്നെ ട്രാക്ഷൻ സ്വിച്ചസ്, ഹിൽ ഡിസൻ കൺട്രോൾ, വണ്ടി നമ്മുടെ ഡോർ ഫുൾ ലോക്ക് ചെയ്യുന്നത് ഓട്ടോ ലോക്കാണ്, എന്നാലും ഇവിടെ നമുക്ക് അങ്ങനെയും ചെയ്യാം. വരുമ്പോഴത്തേക്കും 12 വോൾട്ടിന്റെ ഒരു ചാർജിങ് സോക്കറ്റ് കാണാം നമുക്കിവിടെ. പിന്നെ നമുക്ക് അതിൻ്റെ ഇവിടെ USB പോർട്ട്, ഓക്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് വയർലെസ് ചാർജറായിട്ടൊക്കെ തോന്നും, പക്ഷെ വയർലെസ് ചാർജർ അല്ല, നോർമൽ നമുക്ക് മൊബൈലൊക്കെ വെക്കാവുന്ന രീതിയിലുള്ളതാണ്. പിന്നെ നമ്മൾ ഇന്ന് ഡ്രൈവിനായിട്ട് എടുത്തേക്കുന്ന വെഹിക്കിൾ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് അല്ല, മാനുവൽ ആണ്. പിന്നെ ഈ ഡെസേർട്ട് ഫ്യൂറി അല്ലെങ്കിൽ ഈ നമ്മൾ പറയുന്ന എർത്ത് എഡിഷൻ എന്ന് പറയുന്ന ഈ വേരിയന്റ് 4x4 മോഡലിന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമ്മുടെ താറ് കുറച്ചാളിന് മുമ്പ് റിയർ വീൽ ഡ്രൈവ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് റിയർ വീൽ ഡ്രൈവിൽ നമുക്ക് ഈ ഒരു എഡിഷൻ കിട്ടത്തില്ല. ഈ എർത്ത് എഡിഷൻ എന്ന് പറയുന്നത് ഫുള്ളി 4x4 മോഡൽസിന് മാത്രമേ ഉള്ളൂ. അത് പക്ഷെ നിങ്ങൾക്ക് മാനുവലിലും ഓട്ടോമാറ്റിക്കലും കിട്ടും. നമ്മൾ ഇന്ന് ഡ്രൈവിനായിട്ട് നമുക്ക് കിട്ടിയ വെഹിക്കിൾ എന്ന് പറയുന്നത് 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ഗിയർ ബോക്സ് ഉള്ള വെഹിക്കിളാണ് കിട്ടിയിരിക്കുന്നത്. അതിന്റെ നമ്മൾ എപ്പോഴും പറയുന്ന ഓഫ് റോഡിങ്ങിന്റെ ഒരു താരമാണ് ഈ കുട്ടി ലിവർ എന്ന് പറയുന്നത്. അതാണ് ഈ കാണുന്നത്. 2H, 4 ഹൈ, 4L അങ്ങനെയുള്ള അതിന്റെ എല്ലാം കാര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു മൊത്തത്തിൽ ആ രണ്ട് ഗിയറിന്റെയും ഒരു ചുറ്റിനുള്ള ഒരു ഫിനിഷ് ഒക്കെ കൊള്ളാം. നല്ല നീറ്റ്ലി ആണ് ആ ലേഔട്ട് ഒക്കെ കൊടുത്തേക്കുന്നത്. ഇവിടെ ഒരു ഡാർക്ക് ക്രോം ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഗിയർ നോബ്സ് ഒക്കെ ആണെങ്കിൽ നല്ല ഭംഗിയിലാണ് കൊടുത്തത്. ആ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷ് ഒക്കെ നല്ല. പിന്നെ ഓവറോൾ താറിന്റെ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മുടെ ഒരു ഇന്ത്യൻ മാനുഫാക്ചർ ഇത്രയും ഒരു എന്താ പറയുന്ന ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള വെഹിക്കിൾസിന്റെ അത്രയും ആ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷും ബോഡി ക്വാളിറ്റിയും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആ ഒരു നിലവാരം ഒരു നമ്മൾ ഈ ഒരു വാഹനത്തിനകത്തോട്ട് കയറുമ്പോൾ തന്നെ ആണെങ്കിലും ആ ഒരു ബിൽഡ് ക്വാളിറ്റി ഒക്കെ ആണെങ്കിലും ഒരു രക്ഷയില്ലെന്ന് തന്നെ പറയാവുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ വേണ്ട താഴേക്ക് വരുമ്പോഴത്തേക്കിനും നമുക്ക് ഇവിടാണ് ഫ്രണ്ടിലത്തെ പവർ വിൻഡോ സ്വിച്ചസ് കൊടുത്തേക്കുന്നത്. ഈ പവർ വിൻഡോ സ്വിച്ചസ് ഇവിടെ കൊടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വെഹിക്കിള് ഈ താറിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വെഹിക്കിൾ മൊത്തം നമുക്ക് ഊരി വെച്ചിട്ട്, അതായത് ഈ മേളത്തെ ഈ ഇതിപ്പോ ഹാർഡ് ടോപ്പ് ആണ്, ഇത് നമുക്ക് സോഫ്റ്റ് ടോപ്പും വരുന്നുണ്ട്. ഈ ഹാർഡ് ടോപ്പ് വേണമെങ്കിൽ നമുക്ക് ഊരി വെക്കാം. പിന്നെ ആണെങ്കിൽ ഓഫ് റോഡിങ് ഒക്കെ പോകുന്ന സമയത്ത് നമുക്കിപ്പോൾ നല്ലൊരു വെള്ളക്കെട്ടൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ പോകുന്ന സമയത്ത് വേണമെങ്കിൽ ഈ ഡോർ ഊരി വെക്കാം. അപ്പോൾ ഡോർ ഊരി വെക്കുന്ന സമയത്ത് നമുക്ക് ഈ പവർ വിൻഡോ ഒക്കെ ഇതിൽ വന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവും, അതിന്റെ വയേഴ്സും കാര്യങ്ങളൊക്കെ. അതുകൊണ്ടാണ് നമ്മുടെ താറിൽ സ്പീക്കേഴ്സ് പോലും മേളിലാണ് പ്ലേസ് ചെയ്തത്. നമുക്ക് അതിലേക്ക് വരാം. അപ്പം അതാണ് അങ്ങനെ പവർ വിൻഡോയുടെ സ്വിച്ചസ് അവിടെ കൊടുത്തേക്കുന്നത്. പിന്നെ വേണ്ട ഇത് കണ്ടോ, ഇത് നമുക്ക് കോയിൻ ഹോൾഡർ ആണ്.
നമുക്ക് 1 രൂപ 2 രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ വെക്കാം. ഇതൊക്കെ വളരെ നല്ല ഒരു തോട്ടാണ് ഇങ്ങനെ അത് കൊടുത്തേക്കുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ വണ്ടിയിലൊക്കെ നമ്മൾ ചില്ലറ കിട്ടിയപ്പെട്ടാൽ അവിടെ ഇവിടെയൊക്കെ ഇടും, അതിന് അവിടെ ഇവിടെ കിടക്കും. ഇതൊക്കെ അത് നല്ലൊരു തോട്ടായിട്ട് എനിക്ക് തോന്നി. പിന്നെ 2 കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. അതും നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡാർക്ക് ക്രോം ഫിനിഷിൽ കൊടുത്തിട്ടുണ്ട്. മാനുവൽ ഹാൻഡ് ബ്രേക്ക് ആണ് വെഹിക്കിളിന് വരുന്നത്. അതും നല്ല രീതിയിൽ നല്ല ഒരു കൺവീനിയന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ ഈ സെന്റർ കൺസോൾ മൊത്തത്തിൽ ഒരു നല്ല ഭംഗിയുണ്ട്. കാരണം 2 പേർക്ക് ഒരു എന്താ പറയുന്നത്, ഒരു ഇടുങ്ങിയ ഫീലൊന്നും ഇല്ല. നല്ല ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു രീതി തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഇത്രയും വലിയൊരു സെന്റർ കൺസോൾ ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ സ്റ്റിയറിംഗിലേക്ക് വരുമ്പോഴത്തേക്കിനും നമുക്ക് രണ്ട് പുതിയ ടിൻ പീക്സ് ലോഗോ കാണാം നമുക്ക്. പിന്നെ ഈ സൈഡിൽ നമുക്ക് ടെലിഫോണിക് സ്വിച്ചസ്, ഓഡിയോ സ്വിച്ചസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട് വെഹിക്കിളിന്, അതിന്റെ സ്വിച്ചസ് ഉണ്ട്. വോയിസ് കമാൻഡ് വരുന്നുണ്ട്. നമുക്ക് ഈ സ്റ്റിയറിംഗിന്റെ ഈ ഒരു പോർഷനിൽ നമുക്ക് ഒരു ഡെസേർട്ട് ഫ്യൂറി കളർ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വരുമ്പോഴത്തേക്കിനും ഈ MID സ്ക്രീൻ വരുന്നത്. ഈ MID സ്ക്രീനിൽ വന്നിട്ട് നമുക്ക് ഡിസ്റ്റൻസ് ടു MT, ആവറേജ് മൈലേജ്, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ TDMS വരുന്നുണ്ട്, ടയർ ഡയറക്ഷൻ മോണിറ്ററിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അതാണ് ഈ കാണുന്നത്. നിങ്ങൾ കണ്ടോ, ഞാനിപ്പോൾ ഒരു റൈറ്റിലേക്ക് തിരിച്ചപ്പോഴത്തേനും 10% റൈറ്റിലേക്ക് കാണിക്കുന്നുണ്ടോ, അതാണ്. ലെഫ്റ്റിലേക്ക് തിരിക്കുമ്പോൾ അതാണ് 10%, 10 ഡിഗ്രി 10% 10 ഡിഗ്രി ആ ഒരു രീതിയിൽ ഏത് ഡയറക്ഷനിലേക്കാണ്. അതൊക്കെ നല്ലൊരു ഫീച്ചറാണ്. അങ്ങനെയുള്ള ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ വന്നിട്ട് അതിന്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെയാണ്. ട്രിപ്പ് അത്രയുള്ള അങ്ങനെയുള്ള ജനറൽ ആയിട്ടുള്ള അത്യാവശ്യം നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഒരു ഓഫ് റോഡിങ് ശരിക്കും പറഞ്ഞാൽ ഈ TDMS ഒക്കെ അത്യാവശ്യമാണ്. പിന്നെ ഓൾറെഡി TPMS വരുന്നുണ്ട്, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം വെഹിക്കിളിന് വരുന്നുണ്ട്. അതിന്റെ നമുക്ക് ആ സ്ക്രീൻ നമുക്ക് സെറ്റിംഗ്, അതിന്റെ ഓരോ അറേഞ്ച്മെന്റ്സിന്റെ ഒക്കെ സ്വിച്ചസും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ വന്നിട്ട് നമുക്ക് ഗ്ലൗ ബോക്സ് വരുന്നത് ഈ രീതിയിലാണ്. അത്യാവശ്യം ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ആണ്. അതിനകത്ത് നമുക്ക് ബുക്കും പേപ്പറും കാര്യങ്ങളൊക്കെ വെക്കാം, ആ രീതിയിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഈ ഒരു കാര്യം, ഇത് വന്നിട്ട് നമുക്ക് ഇത് കണ്ടോ, സീരിയൽ നമ്പർ എന്നുള്ളത് കണ്ടോ. ഇത് നമ്മുടെ ഈ എർത്ത് എഡിഷൻ ഇറങ്ങിയിട്ട് 55ാമത്തെ വെഹിക്കിളാണ്. അതാണ് ഈ 55 000055 എന്ന് പറയുന്നത്. അതായത് മാനുഫാക്ചറിങ് ചെയ്ത് ഇറങ്ങിയ വെഹിക്കിളിനകത്ത് 55ാമത്തെ വെഹിക്കിളാണ് എന്നുള്ളതാണ് അതിനെ കൂടെ. പക്ഷെ അതൊക്കെ എനിക്കൊരു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ നോർമൽ കാറിൽ വരുമ്പോഴത്തേക്കും ആ ഒരു ഫിഗർ ആയിരിക്കും. ഇതിപ്പോ എർത്ത് എഡിഷൻ ഇറങ്ങിയിട്ട് ഈ എർത്ത് എഡിഷന്റെ മാത്രമാണ് ഈ 55 കൊടുത്തേക്കുന്നത്. അത് പക്ഷേ ഒരു നല്ല കാര്യമാണ്. അപ്പൊ നമ്മളിപ്പോ ഒരു വണ്ടി എടുക്കുന്ന സമയത്ത് എന്റെ 55ാമത്തെ വണ്ടിയാണെന്ന് പറയാമല്ലോ. അതൊക്കെ ആ രീതിയിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ വന്നിട്ട് നമുക്ക് ഈ ഒരു മിററൊക്കെ വരുന്നത് നോർമൽ മിറേഴ്സ് ആണ്. പിന്നെ വന്നിട്ട് ഇവിടെ ഒരു മിററും കൊടുത്തിട്ടുണ്ട്. നമുക്ക് വാനിറ്റി മിറർ കൊടുത്തിട്ടുണ്ട്. ഇനി ഡോർ പോക്കറ്റ്സിലേക്ക് പോകുമ്പോഴത്തേക്കിനും നമുക്ക് അവിടെ ഒരു 1 ലിറ്റർ ബോട്ടിലൊക്കെ വെക്കാവുന്ന രീതിയിലുള്ള ഒരു ഇതാണ്. പിന്നെ ചെറിയ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ അതിന്റെ സൈഡിൽ വെക്കാം, അത്രേ ഉള്ളൂ. ആ ഒരു രീതിയിലാണ് കൊടുക്കുന്നത്. പിന്നെ അവിടെ നമുക്കൊരു താർ എന്നുള്ള ഒരു ബാഡ്ജിങ് കാണാം. ആ ഒരു ഡെസേർട്ട് ഫ്യൂറി കളർ തന്നെയാണ് അവിടെയും താർ എന്നുള്ള ബാഡ്ജിങ്ങിന് കൊടുത്തേക്കുന്നത്. പിന്നെ മൊത്തത്തിൽ ആ ഡോർ പാഡ്സ് എല്ലാം ബ്ലാക്കിലാണ് കൊടുത്തേക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്പീക്കേഴ്സ് ഒന്നും ഡോറിലില്ല. പിന്നെ നമുക്ക് നമ്മുടെ ഈ എർത്ത് എഡിഷനിൽ പ്രധാനപ്പെട്ട മാറ്റം വന്നേക്കെന്ന് പറഞ്ഞാൽ ഈ ഒരു സീറ്റ് ആണ്. ലെതർ സീറ്റ് വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ടായി കൊടുത്തേക്കുന്നത്. ആ ഒരു ഡെസേർട്ട് ഫ്യൂറി കളർ കോമ്പിനേഷനിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ബ്ലാക്കും ആ ഒരു രീതിയിലാണ് കൊടുത്തത്. ബ്ലാക്കും ആ ഡെസേർട്ട് ഫ്യൂറി കളർ കോമ്പിനേഷനാണ് കൊടുത്തേക്കുന്നത്. നല്ല ഭംഗിയുണ്ട്, നല്ല സോഫ്റ്റ് ടച്ചും ആണ്, നല്ല രസമുണ്ട്. പിന്നെ ഈ സീറ്റ് നല്ല കംഫർട്ടാണ്. ഈ ഒരു ബക്കറ്റ് സീറ്റ് ഒരു രക്ഷയില്ലെന്ന് തന്നെ പറയാവുന്ന രീതിയിലുള്ള ഒരു കംഫർട്ട് എനിക്ക് ഈ സീറ്റ് കിട്ടുന്നുണ്ട്. കാരണം നല്ല ബാക്ക് ഒക്കെ നല്ല സപ്പോർട്ടാണ്. നമ്മുടെ ആ ഒരു ലംബാർ ഏരിയ ഒക്കെ ആണെങ്കിലും നല്ല കംഫർട്ടബിൾ ആയിട്ടാണ് ഇരിക്കുന്നത്. ബാക്ക് സീറ്റിലും കൂടെ നോക്കാം. ബാക്ക് സീറ്റിൽ എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് താറിന്റെ ബാക്ക് സീറ്റിലേക്ക് എങ്ങനെ പോകാം. ഇവിടെ ഒരു സ്വിച്ച് വരുന്നുണ്ട്. ഇതിൽ നമ്മൾ പിടിച്ച് ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇത്ര ഒരു സ്പേസ് കിട്ടും. നമുക്ക് ഇവിടെ ഇങ്ങനെ ചവിട്ടി ഇങ്ങനെ കയറാം. അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ പ്രായമായവർക്കൊക്കെ കയറാൻ ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിരിക്കും ആസ് യൂഷ്വൽ. യെസ്, അപ്പം ഇത്രയും കാര്യങ്ങളാണ്. അത്യാവശ്യം കണ്ട് നോക്കിക്കേ. എനിക്കിവിടെ അത്യാവശ്യം നല്ലൊരു നീ റൂം കിട്ടുന്നുണ്ട്. പിന്നെ തൈ സപ്പോർട്ട് വലിയ കുഴപ്പമില്ലാത്ത ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു തൈ സപ്പോർട്ടും കിട്ടുന്നുണ്ട്. തീരെ ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നല്ല ഹെഡ് റൂമും കിട്ടുന്നുണ്ട്. വേണ്ട, ഇത്രയും ഹെഡ് റൂം നമുക്ക് കിട്ടുന്നുണ്ട്. പ്രശ്നമില്ല. ഈ ഒരു ഗ്രീൻ ഹൗസ് വരുന്നുണ്ട്. നമുക്ക് നല്ലൊരു വിസിബിലിറ്റി കിട്ടുന്നുണ്ട്. ഒരു ക്രാംഡ് ഫീല് കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെയാണ് സ്പീക്കേഴ്സ് വരുന്നത്. 2 സ്പീക്കേഴ്സും 2 ട്യൂട്ടേഴ്സും കൊടുത്തിട്ടുണ്ട്. മേളുടെ റൂഫിലാണ് ഇത് കൊടുത്തേക്കുന്നത്. പിന്നെ ഇവിടെ നമുക്ക് ലൈറ്റ്സ് കാണാം. കണ്ടോ, LED ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. റീഡിംഗ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് വേണ്ട ഈ റോൾ ഗേജ് കാണാം. റോൾ ഗേജ് കൊടുത്തിട്ടുണ്ട്. ഈ റോൾ ഗേജ് ഒക്കെ അത്യാവശ്യമാണ്. കാരണം ഒരു സേഫ്റ്റിയുടെ ഭാഗമായിട്ടുള്ളതാണ് റോൾ ഗേജ് ഒക്കെ.
ഓക്കേജ് ഒക്കെ വെഹിക്കിളിന് വന്നേക്കുന്നതുകൊണ്ട് അത്രയും സേഫ്റ്റി നമുക്ക് കിട്ടും എന്നുള്ളത് കൺഫേം ആണ്. പിന്നെ ഇവിടെ നമുക്ക് സീറ്റ് ബെൽറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്നെ പോലുള്ള ഒരു സൈസ് ഒക്കെ ആണെങ്കിൽ 2 പേർക്ക് നമുക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. പിന്നെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ അത്യാവശ്യം നമുക്ക് ഇവിടെ ഇരിക്കാം. പിന്നെ ഇവിടെ സെൻട്രൽ ടോണുള്ള കാര്യങ്ങളൊന്നും വരാത്തതുകൊണ്ട് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാം. പിന്നെ ഇവിടെ നമുക്കൊരു ഹാൻഡിൽ പിടിക്കാനൊക്കെ ഉള്ള ഒരു ഹാൻഡ് ഗ്രിപ്പ് കൊടുത്തിട്ടുണ്ട്, ഒരു ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ 3 പേർക്ക് ഇരിക്കാം. അല്ലാതെ ഒരു അഡൾട്ട് ആയിട്ടുള്ളവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 4 സീറ്റർ ആണ് ഈ വെഹിക്കിള്. പിന്നെ എന്താ പറയുന്നത്, ഇവിടുത്തെ കാര്യങ്ങളപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് നേരെ ഡ്രൈവ് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ മഹേന്ദ്ര താറിന്റെ ഡ്രൈവ് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ആദ്യം തന്നെ പറയാനുള്ളത്, നമുക്ക് സ്പെക്കിന്റെ ഭാഗമായിട്ട് നമുക്ക് എഞ്ചിൻ വരുന്നത് 2.2 ലിറ്റർ എംഹോക് CRD എഞ്ചിനാണ് വരുന്നത്. പവർ ഫിഗേഴ്സ് വരുമ്പോഴത്തേക്കും 130 PS 300 Nm ടോർക്കും നമുക്ക് വെഹിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അടിപൊളി പവർ ഡെലിവറി ആണെന്ന് തന്നെ പറയണം. കാരണം നമുക്ക് ഒരു രീതിയിലുള്ള ലാഗോ കാര്യങ്ങളോ ഇല്ല. നല്ല പവർ ഡെലിവറിയാണ് വെഹിക്കിളിന്. നമുക്ക് ഒരു അത്യാവശ്യം നമ്മളൊരു ഓവർടേക്കിങ്ങിലൊക്കെ നമുക്ക് നമ്മുടെ ഒരു കാൽക്കുലേഷൻ തന്നെ നിന്ന് പോകും. വേണമെങ്കിൽ ഒരു പടി മുന്നിലാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള ഒരു പവർ ലാഗോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു രീതിയിൽ ഒരു ബുദ്ധിമുട്ടും വെഹിക്കിൾ തരുന്നില്ല. നല്ല എഫിഷ്യൻ്റ് ആയിട്ടാണ് ആ ഒരു കാര്യത്തിൽ വെഹിക്കിൾ നല്ല പവർഫുള്ളാണ്. പിന്നെ വന്നിട്ട് നമ്മളിപ്പോൾ ഓടിക്കുന്ന മോഡൽ എന്ന് പറയുന്നത്, നമ്മൾ ഇപ്പോൾ ഡ്രൈവറായിട്ട് എടുത്തേക്കുന്ന മോഡൽ എന്ന് പറയുന്നത് ഒരു 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ആണ്. പിന്നെ വന്നിട്ട് നമ്മുടെ സ്റ്റിയറിംഗ് വന്നിട്ട് ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് ആണ്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് ആണ്. നമുക്ക് ഓഫ് റോഡിങ്ങിനൊക്കെ പോകേണ്ടതുകൊണ്ട് ആ ഒരു ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് ആണ് ഒന്നുകൂടെ ബെറ്റർ. കാരണം എല്ലാ ടെറൈനിലും പോകുമ്പോൾ കുറച്ചൊരു സ്റ്റിഫർ സൈഡ് വെഹിക്കിളിന് വരണം, ആ ഒരു സ്റ്റിയറിംഗിൽ വരണം. എന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ മാനേവർ ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് നല്ല കംഫർട്ടബിളായിട്ട് എടുത്തിട്ട് പോകാനൊക്കെ പറ്റും. ആ ഒരു സ്റ്റിയറിംഗ് നല്ല ഫീഡ്ബാക്ക് നമുക്ക് കിട്ടും, നമുക്കൊരു കോൺഫിഡൻസും തരുന്നുണ്ട്. പിന്നെ വന്നിട്ട് നമുക്ക് സസ്പെൻഷനിലേക്ക് വരുമ്പോഴത്തേക്കും, സസ്പെൻഷൻ വന്നിട്ട് നമുക്ക് ഫ്രണ്ടിൽ വരുന്ന ഇൻഡിപെൻഡന്റ് ഡബിൾ വിഷ്ബോൺ സെറ്റപ്പ് ആണ് വരുന്നത്. ബാക്കിൽ വരുന്ന മൾട്ടി ലിങ്ക് ആക്സിലാണ് വരുന്നത് സസ്പെൻഷൻ സെറ്റപ്പ് വരുന്നത്. പിന്നെ നമുക്കൊരു എന്താ പറയുക, ഞാൻ അത്യാവശ്യം ഒരു പാഡ് റോഡ്സിലൊക്കെ ഓടിച്ച് നമുക്കൊരു ആ ഒരു ബോഡി റോളോ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ SUV ആകുമ്പം അതിൻ്റെതായ ഒരു രീതിയിലുള്ള ഒരു ബോഡി റോളിംഗ് ഉണ്ട്. എന്ന് പറഞ്ഞിട്ട് ഓവറായിട്ട് നമുക്കൊരു ബോഡി റോളിംഗും കാര്യങ്ങളൊന്നും ഇല്ല. അത്യാവശ്യം നമുക്കൊരു കംഫർട്ട് വരുന്ന രീതിയിലുള്ള ഒരു ബോഡി റോളിംഗ് ഉള്ളു. അല്ലാതെ നമ്മുടെ ഒരു കംഫർട്ട് കളഞ്ഞ് ഒലച്ച് അങ്ങനെ ഒരു രീതിയിലുള്ള ഒരു ബോഡി റോളിംഗ് ഇല്ല. പിന്നെ SUV ആകുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ബോഡി റോളും കാര്യങ്ങളൊക്കെ വേണം. കാരണം നമുക്കൊരു ഡ്രൈവ് എൻജോയ് ചെയ്യാനൊരു രസമാണ്. ആ തരത്തിലുള്ള ഒരു ബോഡി റോളും കാര്യങ്ങളും സ്വാഭാവികമായിട്ടും നമ്മുടെ താറിനും ഉണ്ട്. പിന്നെ ലാഡർ ഓൺ ഫ്രെയിം ഷാസിസ് ആണ് വെഹിക്കിളിന് വരുന്നത്. പിന്നെ ഈ ഗിയറിന്റെ കാര്യം മാനുവൽ ട്രാൻസ്മിഷൻ ആണ് നമ്മളിപ്പോൾ എടുത്തത്. ഈ ഗിയറിന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും കുറച്ച് ലോങ് ക്ലച്ച് ആണ് ഒരു ത്രോ ഒക്കെ വരുന്നത്. പക്ഷെ അത് നമുക്ക് അത്ര വലിയ പ്രശ്നമായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ വളരെ ലൈറ്റ് ക്ലച്ച് ആണ്. മാനുവൽ ഇപ്പം എടുക്കുന്നവരാണെങ്കിൽ പോലും ഇപ്പൊ ഒരു മാനുവൽ അത്ര ഹാർഡ് ക്ലച്ച് ഒന്നുമല്ല, നമുക്ക് കൊണ്ടു നടക്കാനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല, ഒരു കട്ടിയല്ല. അതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് തന്നെ നമുക്ക് കൊണ്ടു നടക്കാം. പിന്നെ വന്നിട്ട് നമുക്ക് ഈ ഇതിന്റെ സേഫ്റ്റി ഭാഗത്തേക്ക് നമുക്ക് താറിന്റെ സേഫ്റ്റി സൈഡ് നോക്കുകയാണെങ്കിൽ ABS, EBD, അങ്ങനെയുള്ള ഹിൽ ഡിസെന്റ് കൺട്രോള്, അങ്ങനെയുള്ള എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും വരുന്ന ഡ്യുവൽ എയർ ബാഗ്സും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു കാര്യത്തിലും താറിന്റെ ആ ഒരു സൈഡിലൊന്നും കോംപ്രമൈസ് ചെയ്യുന്നില്ല താർ ഒരു രീതിയിലും. പിന്നെ വന്നിട്ട് നമുക്ക് മൊത്തത്തിൽ ഓവറോൾ നമുക്ക് ഇതിനകത്തുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കമാൻഡിങ് പൊസിഷൻ, ഈ ഒരു കമാൻഡിങ് സീറ്റിംഗ് പൊസിഷനാണ് നമുക്ക് ഈ താറിൽ അതൊരു രക്ഷയില്ല. കാരണം ഞാൻ SUV-കളൊക്കെ നമ്മൾ ഓടിക്കുമ്പോൾ നമുക്കൊരു കമാൻഡിങ് പൊസിഷൻ എന്ന് പറയുന്നത് അത് നമ്മുടെ ഒരു ഡ്രൈവിന് ഒന്നുകൂടെ കംഫോർട്ട് കൂട്ടുന്ന ഒരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാം വളരെ വ്യക്തമായിട്ട് കണ്ടുപോകാം. ഈ ബോണറ്റ് ആണെങ്കിൽ ബോണറ്റ് ലെവൽ നമുക്ക് കണ്ടുപോകാം. അതിന്റെ ഒരു പ്രത്യേകത ഒന്ന് വേറെ തന്നെയാണ്. കാരണം നമുക്ക് എത്ര ലോങ് സ്ട്രെച്ചസ് ഓടിക്കുമ്പോഴും നമുക്ക് മടുപ്പോ അല്ലെങ്കിൽ അത്ര ക്ഷീണം പെട്ടെന്ന് നമുക്ക് ഉണ്ടാകത്തില്ല. അതാണ് ഈ കമാൻഡിങ് പൊസിഷന്റെ ഒരു വലിയൊരു ഗുണവും. അപ്പൊ അത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ താറിന്റെ വീഡിയോ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്ക് ഇനി വെഹിക്കിൾ പ്രൊവൈഡ് ചെയ്തേക്കുന്നത് പൈലാറ്റ് മഹേന്ദ്രയാണ്. നമ്മുടെ മരടിന്ന് ടുവേർഡ്സ് വൈറ്റില പോകുന്ന
റൂട്ടിൽ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണാം വയലാറ്റ് മഹീന്ദ്ര. ഞാൻ അവിടുത്തെ എക്സിക്യൂട്ടീവ് അമലിന്റെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.